ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ദുആയാണ് അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. മൂന്ന് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളാണ് ഇതിനകത്തുള്ളത്. മൂന്ന് കാര്യങ്ങളാണുള്ളത്. എഴുതിയെടുക്കാം, മൊബൈൽ റെക്കോർഡ് ചെയ്യാമെന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ പഠിച്ചോ, നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പൊ തന്നെ ചേർത്ത് വെച്ചോ. മനപ്പാഠമാക്കാൻ പറ്റുന്ന ലളിതമായ മൂന്ന് വാക്കുകളാണ്. അല്ലാഹുമ്മ ഗുഫിർലി ദംബി, ഒന്നാമത്തെ എന്റെ പാവം നീ പൊറുക്കണേ റബ്ബേ. എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ അകത്ത് മക്കളുള്ള, ഭർത്താവുള്ള, അവരുടെ കുടുംബക്കാരുള്ള വീട്ടിന്റെ അകത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, ഭർത്താവിനെ കാത്തിരിക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കളെ നിസ്കരിപ്പിക്കുന്ന വീട്ടിന്റെ അകത്ത് അല്ലാഹുമ്മ ഗുഫിർലി ദംബി, എന്റെ പാപം പൊറുക്കണേ റബ്ബേ. മോളെ പഠിച്ചു വെക്കണം, ഒന്നാമത്തെ വാക്കതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാണ്. ആ മഹദി തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇന്ന് മുതൽ ചൊല്ലണേ. നമ്മുടെ വീട് ബറക്കത്തിന്റെ വീടാവണ്ടേ. രണ്ടാമത്തെ വാക്ക് വവസ്സിഅലി ഫീ ദാരി, എന്റെ വീട് വിശാലമാക്കണേ അല്ലാഹ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും സഹിക്കാനുള്ള വിശാലത, അതാണ് വിശാലത. അല്ലാതെ 16ക്ക് 16 റൂമെന്നല്ല വിശാലത. ഏത് പ്രതിസന്ധി വന്നാലും സഹിക്കാനുള്ള വിശാലത, ഏത് പ്രയാസം വന്നാലും ഉൾക്കൊള്ളാനുള്ള വിശാലത. അല്ലാഹുവേ, ഈ സഹോദരിമാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന സുബർ എത്ര വലുതാണെന്നറിയോ. നല്ല ക്ഷമയാണ് നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരിക്കുമ്പോ ഭാര്യ മാത്രമേ അരികിലുള്ളൂ. ആ മോനെ കുളിപ്പിച്ച് പൊതിഞ്ഞ് അടുത്ത റൂമിൽ കിടത്തിയിട്ട് വാ പൊന്നുമോനെ, ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന ഭർത്താവ് മടങ്ങി വന്നപ്പോ ഭക്ഷണം കൊടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താവിന് പരിപൂർണമായി സന്തോഷം കൊടുത്തതിന് ശേഷമാണ് ഈ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ലോകത്തൊരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ. ഒരാണിന് ഒരിക്കലും അത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു വിശാലമായ മനസ്സ് കുടുംബത്തിൽ വേണമെന്ന് പെണ്ണ് വീണ്ടും വീണ്ടും ദുആ ചെയ്യണം. എല്ലാ സമയത്തും പ്രസവിക്കുന്ന ജോലി നിങ്ങൾക്ക് അല്ലാഹു തന്നത് തന്നെ. നിങ്ങൾക്ക് ക്ഷമ കൂടുതലായതുകൊണ്ടാണ്. പ്രസവിക്കണ ജോലി ആണുങ്ങൾക്കാണ് തന്നതെങ്കിൽ 2 കുട്ടിയുള്ള വീട് ഒരു വീട്ടിലുണ്ടാവില്ല. ഉണ്ടാവോ? ഒരു പ്രസവം പകുതിയാകുമ്പോ തന്നെ ഡോക്ടറിനോട് പറയും ഈ പകുതിയിൽ വെച്ച് നിർത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഡയലോഗ് അടിക്കാനും ജാട കാണിക്കാനും ഒക്കെ ഭയങ്കര സംഭവ. സുബറിനെ കുറിച്ച് പറയുന്നതിനൊക്കെ ഭയങ്കര സംഭവ. വിരളിലെങ്ങാനും ഒരു ചെറിയ, ഇപ്പൊ ഭാര്യ ബാത്റൂമിലാണ്, തലവേദന എടുക്കുന്ന കട്ടൻ ചായ കുടിക്കണം. അപ്പൊ പറഞ്ഞ് കറണ്ട് പിന്നെ അടുപ്പുണ്ട്, അതിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, അവിടെ സ്വിച്ച് അങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി. ആ പാത്രം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരല്പം ഇവിടെ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് കൊണ്ടാ മതി. അന്നത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും. ആ ജമാഅത്തിലുള്ള എല്ലാ, ആ പരിസരത്തുള്ള എല്ലാ ഖത്തീബുമാരും അറിയും സുലൈമാൻ കാക്കയുടെ കൈ പോയി, അടുക്കള ജോലി ചെയ്ത് പൊള്ളിപ്പോയി, വെന്തുപോയി, ആകെ പ്രശ്നം. പിന്നെ 3 ജുമയെ മുടങ്ങി, ഒരു പള്ളിയിലും പോകില്ല, ജോലിക്കും പോകില്ല, അങ്ങനെ കൊണ്ടു കിടക്കും. അതുവരെ മുമ്പ് സുലൈമാൻ നബി എന്ന് പറഞ്ഞാൽ നടന്നത്. വിരള് പൊള്ളിയോട് കൂടി എല്ലാം. ഈ സഹോദരിമാരെ ശരീരത്തില് നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ചോദിച്ചു, ഇന്നിപ്പോ രാത്രി ആയിപ്പോണേ വേണ്ട, നാളെ ചോദിച്ചാലും മതി, എവിടെയൊക്കെയാ പൊള്ളിയിട്ടുള്ളതെന്ന് ചോദിക്കും. എവിടെയൊക്കെ മുറിഞ്ഞിട്ട് ആ വിരള് 10 വിരളെന്ന് നോക്കണം, ഇടത്തേക്ക് വിരളെന്ന് നോക്കണം. അള്ളാഹുവെ കത്തി കൊണ്ട് 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 അങ്ങനെ കിടക്കുന്നുണ്ടാവും കൈ. കണ്ടിട്ടുണ്ടാ കൈ? കൈ നോക്കാൻ സമയം വേണ്ടേ? അന്ന് നോക്കിയിരുന്നു സാധാ. കല്യാണം കഴിഞ്ഞപ്പോ കുറച്ച് ദിവസമൊക്കെ കൈയൊക്കെ നോക്കിയിരുന്നു, പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്തുവായിരുന്നു, കൈയെടുത്തിങ്ങനെ മടിയിൽ വെക്കുന്നു, പൊന്നേ പൊന്നെ, അതൊക്കെ പോയി ഒരുമിച്ച് പല്ല് തേക്കുന്ന, ഒരുമിച്ച് ഒരു ശവറിന്ന് വിളിക്കുന്ന, പിന്നെ കാണാനില്ല കേൾക്കാനും ഇല്ല. 2 മക്കളുമായി അയാളെ പഠിക്കും, ഇവളെ പഠിക്കും. ഈ കുടുംബജീവിതം അവസാന സമയം വരെ ഉണ്ടാവണം, റാഹത്തിലുണ്ടാവണം, സന്തോഷത്തിലുണ്ടാവണം.
റാഹത്തിലുണ്ടാവണം. ആ വിരലെത്ര മുറിഞ്ഞിട്ടുണ്ടാവും, വെണ്ടയ്ക്കും കത്തിരിക്കൊക്കെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ്. ഈ വലത്തെ കൈയുടെ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടെ ശരിക്കും ഒരുപാട് കരിഞ്ഞിട്ടുണ്ടാവും. ഈ പാത്രങ്ങൾ ഇങ്ങനെ പിടിച്ച് ചിലപ്പോൾ തുണിയില്ലാതെ പെട്ടെന്ന് പിടിച്ചിട്ട് എത്ര ഉണ്ടാവും, കഴിഞ്ഞു. നമ്മളാണെങ്കിൽ പിന്നെ 11 മാസം ഇങ്ങനെ നടക്കല. അവർ ആ കുടയിലോടുകൂടി കഴിഞ്ഞു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എത്ര പ്രയാസം. അള്ളാഹുവേ, നമ്മുടെ സഹോദരിമാർക്ക് നല്ല ക്ഷമ നീ കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ. അല്ലോ, ഉമ്മയുടെ ക്ഷമയെ കുറിച്ച് പറയാനും പറഞ്ഞറിയിക്കാനും വാക്കുകൾ ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. അവരെ പൊരുത്തം അള്ളാഹു അറിവില്ലാത്ത സാധുക്കളായ നമുക്കും അള്ളാഹു നൽകട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയവർ, ഉപ്പ മരണപ്പെട്ടു പോയവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ അള്ളാഹുവേ, ഈ നല്ല മജ്ലിസിന്റെ പുണ്യം കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. എല്ലാം ക്ഷമിച്ചത് എങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു. നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ ദുആ ചെയ്യണം. എത്ര വലിയ വീട്ടിലാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയാലും, എത്ര ചെറിയ വീട്ടിൽ കൊണ്ടുപോയാലും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗഫർ ലി ദംബി വവസ്സി ലി ഫീ ദാരി. മൂന്നാമത്തേത് വബാരിക് ലി ഫീമാ റസഖ്തനി. എനിക്ക് തന്നതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളെ തന്നെങ്കിൽ അതില്, സ്വർണം തന്നെങ്കിൽ അതില്, വീട് തന്നെങ്കിൽ അതില്, ആരോഗ്യം തന്നെങ്കിൽ അതില്, ഭക്ഷണം തന്നെങ്കിൽ അതില്, അതിലെല്ലാത്തിലും നീ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുമ്മ ഗഫർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. ഈ ദുആ മറക്കണ്ട മോളെ. വീട്ടിൽ നിന്ന് വീടിന്റെ പ്രധാനപ്പെട്ട പടിയിറങ്ങുമ്പോഴാണ് ഒരു മയ്യത്തിന് ഏറ്റവും വലിയ വേദനയുണ്ടാകുന്നതെങ്കിൽ ആ വീട് സ്വർഗമാണെങ്കിലാണ് സ്വർഗത്തിലേക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂ. ആ വീട് സ്വർഗമാണെങ്കിലാണ് സ്വർഗത്തിലേക്ക് നമുക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂ. നരകത്തിന്റെ എല്ലാ നൂലാമാലകളും നിന്റെ വീട്ടിന്റെ അകത്തുണ്ടാക്കി വെച്ചിട്ട് അവിടെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്? നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ മരണപ്പെട്ട് കിടന്നാൽ ആ വീടും വീട്ടിലുള്ളവര് കാരണമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർഗത്തിന്റെ പദവി തരുമെന്ന് ഇപ്പൊ ഒന്ന് ആലോചിച്ചു. ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന്, അൽഹംദുലില്ലാ, എന്റെ ഭാര്യ ശരിക്കും സ്വതക്ക ചെയ്യും. മാഷാ അല്ലാഹ്, വലിയ സന്തോഷമാണ്. ഷാളും ജുബ്ബയും വരെ എടുത്തു കൊടുക്കും, തേച്ച് അടുക്കി വെച്ചിരുന്നാൽ. അത് അള്ളാഹു തന്ന വലിയൊരു ഭാഗ്യം. രണ്ടാമതൊരു മോൻ ഹാഫിളായി, ഒരു മോൻ മരണപ്പെട്ടു 10 വയസ്സിൽ, അടുത്ത ഒരു മോൻ 5 ജുസുവായി പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ആ വീട്ടിനകത്തൊരു ചെറിയ ബറക്കത്തൊരു പ്രകാശം അൽഹംദുലില്ലാ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു വലിയ സമാധാനം. അത്ര തന്നെ ഉള്ളൂ. വേറെ പിന്നെ ബാക്കിയുള്ള അമലുകളുടെ കാര്യത്തിലൊന്നും പ്രതീക്ഷയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ധാരണയാണ്. നമ്മൾ ഭയങ്കര അമല് ചെയ്യുന്ന ആളാണ്, നമ്മളെ ദിക്ർ അങ്ങനെയാണ്, നമ്മുടെ ഇബാദത്ത് ഇങ്ങനെയാണ്. അത് അല്ലാഹു സ്വീകരിച്ചെങ്കിലേ നമുക്ക് അതിൽ അനുമാനിക്കാൻ. ദുആ ചെയ്യാൻ, പടച്ചോനെ സ്വീകരിക്കുന്ന അമലിന്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റാൻ ദുആ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് മരണപ്പെട്ട് നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കിടത്തിയാൽ ആ വീട് സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും ആ വീട്ടിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? ഭാര്യ എന്താ ചെയ്യാ? അന്ന് നിങ്ങൾ മരിച്ചതിന്റെ അന്ന് ഭാര്യക്ക് ളുഹർ നിസ്കാരമില്ല, അസ്ർ നിസ്കാരമില്ല, കരച്ചിലോടെ കരച്ചില്ല. ഇനി ഏതെങ്കിലും ഒരു ഈമാനുള്ള താത്ത വന്നിട്ട് മരണമൊക്കെ എല്ലാവർക്കും ഉള്ളതാ, നീ എന്താ നിസ്കരിക്കാതെ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ പറയും, വിളിക്കല്ലേ, എന്റെ തങ്കക്കുടത്തിനെ വിളിക്കല്ലേ, അവള് കുറച്ച് സമാധാനപ്പെട്ടിട്ട് നിസ്കരിച്ചാ മതി. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഒക്കെ കളായ. ഏത് ദീനാണ്? ഉമ്മയാണ് പറയാ വിളിക്കല്ലേ എന്ന്. അത് കേൾക്കുമ്പോ താത്ത കുറച്ചുകൂടെ തലയാണ്. മരണം എല്ലാവർക്കും ഉള്ളതാ, മരണം എല്ലാവർക്കും ഉള്ളതാ. നിസ്കരിച്ച് സ്വബർ പഠിക്കും. നിസ്കരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉളുണ്ടോ? ഉണ്ട് നബിയേ. നിസ്കരിച്ച പിന്നെ അതിനപ്പുറം വേറൊരു സ്വബർ എവിടെ നിന്നാ കിട്ടുക? ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു, സഹിക്കാൻ പറ്റുന്നില്ല. ആ ബോട്ട് അപകടത്തിലൊക്കെ
ഒറ്റപ്പെട്ടുപോയ ജയിലില്ലാബ്ദീനും കുടുംബക്കാർക്കും ഒക്കെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഒളു എടുക്കാൻ നിസ്കരിക്കുക, കരഞ്ഞ റബ്ബിനോട് പറയാ, അല്ലാഹ് ഞാൻ ഒറ്റപ്പെട്ടു പോയി റബ്ബേ, 11 മയ്യത്തിനെ കൊണ്ടുവന്ന് അടക്കി പടച്ചു, അല്ലാഹ് എനിക്ക് ക്ഷമ തരണം, അല്ലാഹ് തന്നെ തരണം, അല്ലാഹ് തന്നെ തന്നാലേ പറ്റൂ. അങ്ങനെ നിസ്കരിക്കുക, സലാം വിട്ട, വീണ്ടും നിസ്കരിക്കുക, സലാം വിട്ട. താത്തമാരെ സമാധാനിപ്പിക്കൽ കണ്ട് 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 റബ്ബേ, എന്റെ നാട്ടില് ഒരു SSLC പഠിക്കുന്ന മോള് ആത്മഹത്യ ചെയ്തു. ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറയാം. അങ്ങനെ ചുരിദാറിന്റെ ഷാൾ അങ്ങനെയൊക്കെ ആയിട്ടെങ്കിലും മരണപ്പെട്ടു. അപ്പോ ഞാൻ നാട്ടിലുണ്ട്. ഇപ്പൊ എന്റെയും ഉസ്താദ് നമ്മുടെ സിറാജുൽ ഖാസിമിനെ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടിലെ കല്യാണത്തിനും മരണത്തിനും ഒന്നിനും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. വല്ലപ്പോഴും 5 ദിവസത്തിലോ 10 ദിവസത്തിലോ ഒരിക്കൽ നാട്ടിലെത്തുമ്പോഴാണ് ഇത് അറിഞ്ഞിട്ട് ഒന്നും സമയമുണ്ടെങ്കിൽ അന്ന് പോയി ദുആ ചെയ്യും. നാട്ടിലുള്ളപ്പോൾ നടക്കുന്ന കാര്യത്തിലൊക്കെ പോകും. അപ്പൊ ഇത് ഞാൻ ഉള്ള സമയത്തായിരുന്നു, ശഅബാന്റെ ബറാത്തിന്റെ സമയത്തായിരുന്നു. ഞാൻ ആ വീട്ടിലേക്ക് ഒന്ന് ചെന്നു. അപ്പോ ഒന്ന് സമാധാനിപ്പിക്കാം, ഒരു ദുആയൊക്കെ ചെയ്യാം. ചെല്ലുമ്പോ 2 പ്രാവശ്യം ചെന്നപ്പോഴും പെൺകുട്ടിയുടെ ഉമ്മ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ. ബോധം കെട്ടി വീഴും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുകൾ വരും, വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, ട്രിപ്പിറക്കി ഇടും, തിരിച്ചു കൊണ്ടുവരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ബോധം കെട്ടി വീഴും, കൊണ്ടുപോകും. ഈ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ റെഡിയാ, ഈ ഉമ്മയെ സമാധാനിപ്പിക്കാൻ ആളുകൾ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് റെഡിയാണ്, ആളും റെഡിയാണ്. ഉമ്മയെ സമാധാനിപ്പിക്കാൻ ആളുകൾ. അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? മരണ വീട്ടിൽ പോയി നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടി ജനലിടിച്ച് വാതിലും ഇടിച്ച് പൊളിച്ച് അകത്ത് കയറി, അതല്ല ആദ്യം ചെയ്യേണ്ടത്. മയ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരെ സമാധാനിപ്പിക്കണം, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇടിയും തിരക്കും ഒക്കെ പിന്നീടാക്കാം. ആദ്യം ഇത് ചെയ്യണം, സമാധാനിപ്പിക്കണം, ശരിക്കും സമാധാനിപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ അമൽ. അതാണ് അന്നത്തെ ദിവസം. ആ വീട്ടിൽ അതിന് ആരുണ്ടായില്ല. ഞാൻ ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ വാപ്പ ഗൾഫിന്ന് വന്നു. ഞാൻ വെള്ളം കൊടുത്തു, കുടിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദേ അർറഹ്മാൻ അവൾക്കറിയാം, സൂറത്തുൽ വാഖിയ അറിയാം, നല്ല മോളായിരുന്നു, നിസ്കരിക്കായിരുന്നു, ബറാത്തിന്റെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കരയാം. സമാധാനിപ്പിച്ചു, പറഞ്ഞു, റെഡിയാക്കി. അന്ന് അയാൾ ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ മരണപ്പെട്ട കുട്ടിയുടെ ഉമ്മ 3 ദിവസമായിട്ട് ഒരു ആഹാരം കഴിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പരിസരത്ത് താമസിക്കുന്ന സഹോദരിമാർക്കല്ലേ? ഞാൻ പറഞ്ഞു, അവരെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ വരാം. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. വൈകുന്നേരം അപ്പൊ ഞാൻ ചെന്നു. ഭർത്താവിനെയും കൂട്ടി റൂമിനകത്തേക്ക് കയറുമ്പോണ്ടല്ലോ, ആ റൂമിനകത്ത് മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ ഉമ്മാക്ക് കിടക്കാൻ സ്ഥലമില്ല. മൊത്തം താത്തമാരാ, കട്ടിലും ഈ ജനലിലും വാതിലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ? അവരെ സമാധാനിപ്പിക്കൽ എങ്ങനെയാ? പോട്ടടി, സാരമില്ല, അള്ളാഹു സ്വർഗം കൊടുക്കോ, നല്ല മോളെ. പക്ഷെ എന്നാലും അവർക്ക് ഡോക്ടർ ആവാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. ഇതാണ് സമാധാനിപ്പിക്കൽ. സാരമില്ലടി, നീ ക്ഷമിച്ചരേ, ഒരു ബുദ്ധിമുട്ടും നിനക്കുണ്ടാവൂല. പക്ഷെ ഒരേ ഒരു മോള്, ഇതാണ് സംഭവം. ഇത് കേൾക്കുമ്പോ ആളി കത്തും. ഇത് നമ്മുടെ താത്തമാരൊന്ന് പഠിക്കണ്ടേ? നിങ്ങൾക്ക് ഇത് ആരാ പിന്നെ പറഞ്ഞുതരിക? മരണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലാതെ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കരയിലല്ല. എന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയായിരുന്നു, ഈ വണ്ടി ഇടിച്ച് മരിച്ചടി, ശകലം പോലും ബാക്കി കിട്ടിയില്ലടി, അള്ളാഹു രണ്ടാമത് കിട്ടിയത് മറ്റു തുകാറായി, എല്ലാം പോയി. അങ്ങനെയല്ല പറയേണ്ടത്. ഒരു സമാധാനത്തിന്റെ, ക്ഷമയുടെ, സുബറിന്റെ വർത്തമാനമാണ് പറയേണ്ടത്. അപ്പൊ നല്ല റാഹത്തുണ്ടാവും. അവർ വലിയ കൂലിയാണതിന്. അത് അറബിൽ പറയാൻ അറിയില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ പോട്ട് സമാധാനിപ്പിക്കുക. അള്ളാഹു നിനക്ക് പ്രതിഫലം തരട്ടെ, നീ ക്ഷമിക്കും. ഇത്ര മരണങ്ങൾ ലോകത്ത് നടക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. വബാരിക് ലീ ഫീമാ റസഖതനി. മറക്കണ്ട ദുആ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ബറക്കത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു സ്വർഗ്ഗത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആ കുഞ്ഞു വീടിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. സ്വർഗ്ഗത്തിന്റെ മക്കളായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള മക്കള്. നമ്മുടെ വീട്ടിലുള്ള മക്കള് സ്വർഗ്ഗത്തിന്റെ മക്കളായിരിക്കണം. أنفسكم وأهليكم نارا وقودها الناس والحجارة. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ വന്ന് പറഞ്ഞതാണ്, ഉമ്മ, അടുപ്പിൽ തീയരിക്കുന്ന കണ്ടപ്പോ ഭയന്ന് വിറച്ച് പൊട്ടിക്കരഞ്ഞ മുത്തുനബി പഠിപ്പിച്ച ആയത്തോർത്തിട്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ വലിയ വിറകിന്റെ കൂട്ടത്തിൽ ചെറിയ വിറക് വെക്കുന്ന ഉമ്മ.
നാളെ നരകത്തിന്റെ വിറകായി മനുഷ്യരെ കത്തിക്കുമ്പോ വലിയ വിറകിന്റെ സ്ഥാനത്ത് വലിയ മനുഷ്യരെ, ചെറിയ വിറകിന്റെ സ്ഥാനത്ത് ഞങ്ങളെ പോലുള്ള കുഞ്ഞുമക്കളെ കത്തിക്കുമോ എന്നെനിക്ക് പേടിയുണ്ടുമ്മ എന്ന് പറയുന്ന ഒരു മോൻ, സ്വലാത്ത് ചെല്ലുന്ന ഒരു മോൻ, വാപ്പാന്റെ കൂടെ പള്ളിയിൽ പോകുന്ന ഒരു മോൻ, ഉമ്മയുടെ കൂടെ നിസ്കരിക്കുന്ന മോള്, ഉമ്മാന്റെ കൂടെ നിസ്കരിക്കുന്ന മോള്, ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചിട്ട് ഓതാൻ അറിയില്ലെങ്കിലും വിരൽ കൊണ്ടിങ്ങനെ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയുന്ന മോള്, ഉറങ്ങാ സമയത്ത് ദുആ ചെയ്യുന്ന പൊന്നുമോള്, എഴുന്നേക്കുമ്പോ ദിക്ർ പറയുന്ന പൊന്നുമോള്, ആ മോളെയാണ് നിനക്ക് വേണ്ടത്, ആ മോളാണ് നിനക്ക് ദുആ ചെയ്യുന്നത്, ആ മോളാണ് നിനക്ക് ഖത്തമോദുന്നത്. പായിപ്പാട്ട പെങ്ങളെ, അങ്ങനെ എത്ര മക്കളുണ്ട് മോളെ നിന്റെ വീട്ടിന്റെ അകത്ത്? വീടിന്റെ മതിലിൽ തവക്കൽതു അലല്ലാഹ് എഴുതി വെച്ചാ പോരാ, വീടിന്റെ ചുവരിൽ ലാ ഹൗല വലാ ഖുവത എഴുതി വെച്ചാ പോരാ. പള്ളിയുടെ തൊട്ടടുത്താണ് വീട്, ബാങ്ക് അവിടെ ഇരുന്നാ കേക്കാ, ഇഖാമത്ത് അവിടെ ഇരുന്നാ കേക്കാ, പായിപ്പാട് പള്ളിയുടെ ഹദ്ദാദ് അവിടെ ഇരുന്നാ കേക്കാ, സ്വലാത്ത് അവിടെ ഇരുന്നാ കേക്കാ. കാര്യമില്ല, നിന്റെ വീട് സ്വർഗത്തിന്റെ വീടാവണം, നിന്റെ വീട് റഹ്മത്തിന്റെ മാലാഖമാരുടെ സഞ്ചാരമുള്ള വീടാവണം. 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട് അല്ലാഹു നോക്കൂല, ആ വീട്ടിലേക്ക് അല്ലാഹു നോക്കൂല, ആ വീടിനോട് അല്ലാഹുവിന് പിണക്കമാണ്. 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട്, ഒരു ആയത്തല്ല 100 ആയത്ത് ഒരു ദിവസം ഓതാത്ത വീട്. ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു 100 ആയത്ത് ഓതാൻ കഴിയട്ടെ. തബാറക്കല്ലദീ നിനക്ക് ഓതാ, സൂറത്ത് യാസീൻ നിനക്ക് ഓതാ, രണ്ടും കൂടി ഒരു ദിവസം ഓതുമ്പോൾ 100-ലധികം ആയത്തുകളായി. അർറഹ്മാൻ നിനക്ക് ഓതാ. മറക്കല്ല മോളെ, സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തന്നു എന്ന് വെച്ചിട്ട് എല്ലാം മറന്നവളായിട്ട് പടച്ചവനെ നന്ദികേട് കാണിക്കല്ല മോളെ. അല്ലാഹു ഒരു പിടി തിരിച്ചങ്ങോട്ട് പിടിച്ചാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു മാരകമായ രോഗത്തിന്റെ അടുക്കളത്തെന്നാൽ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവേ കാക്കണേ റബ്ബേ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ആയത്തൊരു ദിവസം ഖുർആൻ നിവർത്തി വെക്കാൻ എത്ര സമയം വേണം? ചുരുങ്ങിയ സമയം മതി. അല്ലാഹ് ചുരുങ്ങിയ സമയം മതി. 100 ആയത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഈ വീട് ശരിയായി, അള്ളാന്റെ വീട് നമ്മുടെ വീടാ ശരിയാക്കുക. 100 ആയത്ത് എല്ലാ ദിവസവും അങ്ങനെ ഓത്. റമദാനിൽ മാത്രമല്ല, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഖുർആൻ ഇങ്ങനെ ഓതണം, പാരായണം ചെയ്യണം.